റീനി 2026 ഫിസിക്സ് പൊതുവെ ടഫാണെന്ന് പറയുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താ? ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ പ്രീവിയസ് എക്സാമിനേക്കാൾ കുറച്ച് നല്ല ടഫായിട്ട് തന്നെ വന്നത്. പിന്നെ പറഞ്ഞാൽ ആ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പിന്നെ ടഫ് എന്ന് തന്നെ പറയാം നമുക്ക്, കാരണം കമ്പാരിറ്റീവ്ലി നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു വന്നതൊക്കെ. പക്ഷേ അതിൽ നല്ല കൺസെപ്ഷ്യൽ ബേസ് എന്നല്ല, കൺസെപ്ഷ്യലി ക്ലാരിറ്റി ഉണ്ടാവുക, പിന്നെ പ്രോബ്ലം ചെയ്ത് നല്ല ശീലം ഉണ്ടെങ്കിലേ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ കെമിസ്ട്രി കുറച്ച് ടഫായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫിസിക്സ് ചെയ്യാൻ സമയവും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ പൊതുവേ നോക്കുന്ന സമയത്ത് ഫിസിക്സ് കാര്യത്തിൽ കുറച്ച് പ്രശ്നം തന്നെ ആയിരുന്നു എക്സാം. അപ്പോൾ മെയ് 3 നടന്ന എക്സാമിനേക്കാൾ എന്തായാലും അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ വന്നത്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തു, നമ്മൾ ഒരു പരിധി വരെ ടഫാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പ്രതീക്ഷിച്ചതല്ല. നല്ല ലെങ്തി ആയിരുന്നു ക്വസ്റ്റ്യനൊക്കെ, വായിച്ചെടുക്കാനും സമയമെടുക്കും, കാൽക്കുലേഷനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നീറ്റ് 2027 ഫിസിക്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് സാർ എന്താ അഡ്വൈസ് കൊടുക്കുക? അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിളാണ് എക്സാം കൂടുതലും. 25 നല്ല ഡിഫിക്കൽട്ടായിട്ട് വന്ന് 26 വന്ന സമയം ആദ്യത്തെ എക്സാം കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെയും നല്ല ഡിഫിക്കൽട്ടായിട്ട് തന്നെ വരുന്നു. പക്ഷേ അതിലൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എക്സാംസൊക്കെ ഡിഫിക്കൽട്ട് ആവാന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുക എന്നുള്ളതല്ല ചെയ്യണത്. ഏറ്റവും ബേസിക്കായിട്ട് കൺസെപ്ഷ്യലി എത്രത്തോളം സ്ട്രോങ് ആണ് കുട്ടി എന്ന് ചെക്ക് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് എക്സാംസൊക്കെ വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് കൺസെപ്ഷ്യൽ ക്ലാരിറ്റി എന്നുള്ളതാണ്. നന്നായിട്ട് ക്ലിയർ ആയിട്ട് കൺസെപ്റ്റുകൾ ഉണ്ടാവുക കയ്യിൽ, പിന്നെ കുറച്ച് പ്രോബ്ലം ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുക. ഇത് രണ്ടും ഉണ്ടെങ്കിലേ രക്ഷപ്പെടും എന്നുള്ള രൂപത്തിലാണ് എക്സാംസ് വരുന്നത് ഫിസിക്സിൻ്റെ. അപ്പം മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് കൺസെപ്ഷ്യൽ ക്ലാരിറ്റി ഉണ്ടാവുക, രണ്ടാമത്തത് അത് സ്ട്രോങ് ആയിട്ടുള്ള കൺസെപ്റ്റ് ബേസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ. പിന്നെയെന്ന് വെച്ചാൽ പ്രോബ്ലം ചെയ്ത് നല്ല ശീലം ഉണ്ടാവുക, സമയം കളയാത്ത രൂപത്തിൽ മാക്സിമം എന്ത് ചെയ്യുക, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, ബേസ് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. പൊതുവേ കുട്ടികൾ കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പെരിഫറൽ പഠിത്തം പഠിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. പക്ഷേ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മനസ്സിലാത്ത അവസ്ഥയിലേക്ക് വരും. അതിന് ഒരു സ്ട്രോങ് ബേസ് ആദ്യം ഉണ്ടാക്കി വയ്ക്കണം, എന്നിട്ട് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് എടുക്കും വേണം. അപ്പോൾ സമയം ഇട്ടിട്ട് മെനക്കെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നതൊക്കെ. ഇപ്പോൾ ഔട്ടായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനില്ല, ഒക്കെ ഇൻ ടെക്സ്റ്റ് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷേ കുറച്ചൊന്ന് ഡെപ്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും ഈ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കോൺസെപ്റ്റുകൾ വരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ചാപ്റ്ററിലെ കൺസെപ്റ്റ് തന്നെ വേറൊരു ചാപ്റ്ററിലേക്ക് എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് അറിയണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകണു, എങ്ങനെ അത് മീൻ ചെയ്യുന്നു കോൺസെപ്റ്റ്സ് എന്നുള്ളതൊക്കെ നല്ലപോലെ അറിയെങ്കിലേ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അഡ്വാൻസിനൊക്കെയാണ് ശരിക്കും നമ്മളങ്ങനെ ഇത്ര ഡെപ്തിൽ കൺസെപ്റ്റുകൾ വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും കാണൽ. പക്ഷേ ഇതും ആ ഒരു ലെവലിലേക്ക് എന്ന് വെച്ചാൽ അഡ്വാൻസിൻ്റെ ലെവൽ എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെയൊക്കെ ഒരു മിനിമൈസ്ഡ് ലെവലിലേക്ക് കോൺസെപ്റ്റ് തറവാണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഇത് NEPയുടെ ഒക്കെ ഒരു ബേസിക് സ്ട്രക്ചറിലേക്ക് തന്നെ അവർ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ചിലപ്പോൾ അത് സിമ്പിൾ ആവുന്നു, ചിലപ്പോൾ ടഫ് ആവുന്നു എന്ന് പറയുമ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുണ്ടാകുമ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് നല്ലൊരു കോൺസെപ്ഷ്യൽ ബേസ് വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം.